അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കോക്കനട്ട് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അരക്കപ്പ് കോക്കനട്ട് പൊടി ചേർക്കാം. ഒരു 3/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായ പാലും കൂടി ചേർക്കാം. ഒരു 1/4 കപ്പ് പാൽ ആദ്യം ചേർക്കുന്നുണ്ട്. ഇതിന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു തട്ടും വെച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി വെക്കാം. ഇനി കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് കോക്കനട്ട് പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. ഈ പ്ലേറ്റിലെല്ലാം നിരത്തി വെക്കാം. ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. ഇത് മൂടി വെച്ച് തീ സിമ്മിലാക്കി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കി ബിസ്ക്കറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിന് ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അത് അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നന്നായി വെന്തിട്ടുമുണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.